ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് കിച്ചു? അകത്തേക്ക് കയറി വാ. ശ്രീറാം നിറപുഞ്ചിരിയോടെ കൈലാസിനെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ ഗോപികയും ശരണും അതൃപ്തിയോടെ ചുണ്ടുകൂട്ടി. അത് കാണെ കൈലാസിന് വല്ലായ്മ തോന്നി. അന്നത്തെ സംഭവത്തിന് ശേഷം മഹിയമ്മയും ശ്രീയേട്ടനും ഉദയ് പപ്പയും അല്ലാതെ ആരും തന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല. ഇന്നലെ തന്നെ മഹിയമ്മയുടെ നിർബന്ധപ്രകാരമാണ് ശരൺ തന്നെ കൂടെ കൂട്ടിയതുപോലും. യാത്ര തുടങ്ങിയതു മുതൽ ഒരക്ഷരം അവൻ തന്നോട് മിണ്ടിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ഒറ്റയ്ക്കായിരുന്നു. കൈലാസ് വേദനയോടെ ഗോപുവിനെ നോക്കിയപ്പോൾ അവൾ ഉടനടി അവനിൽ നിന്ന് മുഖം തെറ്റിച്ചു കളഞ്ഞു. അത് ശ്രീറാം വ്യക്തമായി കാണുകയും ചെയ്തു. രണ്ടുപേരും പോയി ഫ്രഷ് ആയി വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. സന്ദർഭത്തിന് അയവ് വരുത്താനായി ശ്രീറാം ഇടപെട്ടു. ഞാൻ കഴിച്ചതേട്ടാ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി. നീ യോഗിച്ചു? ഞാനും കഴിച്ചതാ, കൈലാസ് അലസമായി പറഞ്ഞൊപ്പിച്ചു. ഇതാരാ ഗോപ്സ്? പെട്ടെന്ന് ദയയെ ചൂണ്ടി ഗോപികയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകളും ഗോപികയിലേക്ക് നീണ്ടു. ഉത്തരമറിയാനുള്ള ആകാംക്ഷ. ഷീ ഈസ് മൈ കസിൻ. പിന്നെ അർദ്ധോക്തിയിൽ അവസാനിപ്പിച്ച ഗോപികയുടെ വാക്കുകൾ കേൾക്കെ അതുവരെ അസ്വാഭാവികതയൊന്നും കൂടാതെ നിന്നിരുന്ന ശ്രീറാമിൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവമേറിയതായി. പുരികക്കുടികൾ സംശയപൂർവ്വം ചുളിഞ്ഞു. ഏട്ടൻ്റെ ഫിയാൻസിയാണ്. ശ്രീറാം ഞെട്ടലോടെ ഗോപികയെ നോക്കിയപ്പോൾ ദയ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ നിർവികാരയായി നിന്നു. കൺഗ്രാറ്റ്സ് ബ്രോ. കൈലാസിനെ നോക്കി പെൺകുട്ടികൾ ഉറക്കെ വിളിച്ചു കൂവിയതും ഗോപികയുടെ കണ്ണുകൾ കൂർത്തു. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവനല്ല, ഇതാ എൻ്റെ ഏട്ടൻ. ഗോപിക ചെന്ന് ശ്രീറാമിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് എല്ലാവരെയും നോക്കി ഉച്ചത്തിൽ പറഞ്ഞു. ശ്രീറാമിനോടുള്ള അവളുടെ സ്നേഹവും സ്വാർത്ഥതയും മാത്രമല്ലായിരുന്നു ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്, മറിച്ച് കൈലാസിനോടുള്ള വാശിയും വൈരാഗ്യവുമായിരുന്നു. ഒരു പാവം പെണ്ണിനെ നിർദാക്ഷിണ്യം വാക്കുകളാൽ തള്ളിക്കളഞ്ഞതിൻ്റെ, അവസരോചിതമായി ഉപേക്ഷിച്ചതിൻ്റെ പക. നൊമ്പരത്താൽ തലകുനിച്ച കൈലാസിനെ സഹതാപത്തോടെ നോക്കാനേ ശ്രീറാമിനായുള്ളൂ. മറുപടിയായി കൈലാസ് തീർത്തും വിരസമായൊന്ന് പുഞ്ചിരിച്ചു. മൂല്യമേറിയ പലതും നഷ്ടപ്പെട്ടു പോയൊരുവൻ്റെ വേദന കലർന്ന ചിരി. പെൺകുട്ടികളിൽ എല്ലാവരും തമ്മിൽ അമ്പരപ്പോടെ നോക്കുകയായിരുന്നു. ഇടയ്ക്കവർ ദയയിലേക്കും ശ്രീറാമിലേക്കും കണ്ണുകൾ പായിക്കും. ഒരു താരതമ്യപ്പെടുത്തൽ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശ്രീറാമുമായി ദയയെ കൂട്ടിച്ചേർക്കാൻ അവർക്ക് മനസ്സ് വരുന്നുണ്ടായില്ല. ശ്രീറാം സായന്ത് കഴിവുകൊണ്ടും സ്വരമാധുര്യം കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും സൗത്ത് ഇന്ത്യയിലെ കൗമാരക്കാരുടെ ഹൃദയം പിടിച്ചടക്കിയ യുവഗായകൻ. ആർക്കും മതിപ്പ് തോന്നുന്ന വ്യക്തിത്വം. പെൺകുട്ടികളുടെ ആരാധനാപാത്രം. അങ്ങനെ ഒരാളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി. അപ്പോൾ അഞ്ജലി രാജ്? തൻ്റെ ആകാംക്ഷ അടക്കാൻ വയ്യാതെ കൂട്ടത്തിലൊരു പെൺകുട്ടി ഉറക്കെ ചോദിച്ചു. ശ്രീറാമിൻ്റെ മുഖം വിവർണമായി. അവൻ ആ പെൺകുട്ടിയെ തറപ്പിച്ചൊന്നു നോക്കി മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അർത്ഥം മനസ്സിലാകാതെ ഗോപുവും ശരണും പരസ്പരം നോക്കി. തലകുനിച്ച് തനിക്ക് മുമ്പിലൂടെ പോകുന്നവനെ ശ്രദ്ധിക്കാൻ എന്തുകൊണ്ടോ ദയയ്ക്ക് കഴിഞ്ഞില്ല. അഞ്ജലി. അവളുടെ ബുദ്ധിയും ഹൃദയവും ആ നാമത്തിൽ കുരുങ്ങിക്കിടന്നു. പസിക്കരുതാ. അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദയയെ നോക്കി ശാന്തിയക്ക ചോദിച്ചു. അവർ ചോദിച്ചതിന് അർത്ഥം മനസ്സിലാകാതെ ദയ കണ്ണു മിഴിച്ചു. ഉനക്ക് തമിഴ് തെരിയാതെന്ന വിഷയം ഞാൻ എപ്പോഴും മറന്നിരുവേ. അവർ സ്വയം തലയ്ക്കൊന്ന് കിഴുക്കി പറഞ്ഞത് കേട്ട് ദയ വീണ്ടും ദയനീയമായി അവരെ നോക്കി. തനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന ധ്വനി കലർന്നിരുന്നു അതിൽ. പരവാല, എനിക്ക് മലയാളവും തിരിയും. കുട്ടിക്ക് വിശക്കണുണ്ടോ? ശാന്തിയക്കയുടെ തമിഴ് കേട്ട് കണ്ണുമിഴിഞ്ഞു പോയ ദയയുടെ മിഴികൾ ഇപ്പോൾ വലിയ തോതിൽ വിരിഞ്ഞത് അവരുടെ മലയാളം കേട്ടിട്ടാണ്. അവളുടെ നിൽപ്പും ഭാവവും കണ്ട് ശാന്തിയക്ക അറിയാതെ ചിരിച്ചുപോയി. അവർ ദയയോടായി സംസാരം തുടർന്നു. ഞാനിവിടെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. എന്നോട് 30ാമത്തെ വയതിൽ ഇവിടെ വന്നത്. അന്ന് റാമുക്ക് 8 വയത്, ശരണക്കു കിച്ചുക്കു 4. മഹിയമ്മ എപ്പോഴും മലയാളത്തിൽ താ സംസാരം. റാമു അതേ പഠിത. അങ്ങനെ ഞാനും പഠിച്ചു. അവർ പുഞ്ചിരിയോടെ വളരെ നിസ്സാരമായി ദയയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ അവരെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നുപോയി. എന്തൊരഴകാണ്, എന്തൊരൈശ്വര്യമാണ്. കണ്ണുകൾ അവരുടെ തലമുടിക്കെട്ടിൽ പിണഞ്ഞു കിടക്കുന്ന അല്പം വാടിയ മുല്ലപ്പൂക്കളിൽ എത്തി നിന്നപ്പോൾ ദയ അറിയാതെ ചോദിച്ചു പോയി. എന്നും പൂ വയ്ക്കുവോ? എന്നമ്മ? ദയയുടേത് വളരെ നേർത്ത ശബ്ദമായതുകൊണ്ട് അവൾ ചോദിച്ചത് കേൾക്കാൻ അവർ വളരെ പ്രയാസപ്പെട്ടു. ഈ പൂവ്? അവൾ തൻ്റെ നീളമേറിയ ചൂണ്ടുവിരൽ ചുമലൊപ്പം പിരിച്ചു കെട്ടിയിട്ട് അവരുടെ തലമുടിയിലേക്ക് ചൂണ്ടി.
ഇന്ത പൂവാ? അതേ എന്ന് തലയണിക്ക് ദയെ നോക്കിയവർ കണ്ണു ചിമ്മി. എനിക്ക് റോസാപ്പൂവാണ് കൂടുതൽ ഇഷ്ടം. ആനാ റോസാപ്പൂ പറിക്കാൻ ഞാൻ സമ്മതിക്കവേ ഇല്ല. അവന് റോസാപ്പൂ വലിയ ഇഷ്ടമാ. ഉനക്ക് പൂ പിടിക്കുമാ? എന്താ? പൂവ് ഇഷ്ടമാണോന്ന്? ആ, മുല്ലപ്പൂ നല്ല വാസനയല്ലേ? ചോദിക്കുമ്പോൾ ദയയുടെ കണ്ണുകൾ തിളങ്ങി. ശാന്തിയക്ക് അവളെ നോക്കി പുഞ്ചിരിച്ചു. പോയി റാംപാപ്പാവെ കൂട്ടിട്ട് വാ, ഫുഡ് കഴിക്കാം. അനുസരണയുടെ തലയാട്ടി ശ്രീറാമൻ അരികിലേക്ക് നടക്കുമ്പോൾ ദയയുടെ കാലടികൾക്ക് വേഗതയേറുന്നുണ്ടായി. ഒരുപാട് നേരമായി കണ്ടിട്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവനുണ്ടായിരുന്നില്ല. ഗോപു ചെന്ന് വിളിച്ചപ്പോൾ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവളെ താഴേക്ക് പറഞ്ഞു വിട്ടു. ശ്രീറാമിൻ്റെ മുറിവാതിൽക്കലെത്തി ദയ തനിക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലിൽ പതുക്കെ ഒന്ന് കൊട്ടി. മുറിയിലെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് കണ്ണും നട്ടു നിൽക്കുകയായിരുന്നു ശ്രീറാം. വീടിന് മുറ്റത്തും ചുറ്റുമതിലിലും അലങ്കാര വിളക്കുകൾ തെളിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഇരുളടഞ്ഞിരിക്കുന്നു. ശൂന്യത നിറഞ്ഞിരിക്കുന്നു. തൻ്റെ ചിന്തകൾ പോലെ, ഹൃദയം പോലെ. വാതിലിന് മീതെ വളരെ നേർമയിൽ കൊട്ട് കേട്ടപ്പോൾ തന്നെ അത് ദയയാണെന്ന് ശ്രീറാമിന് മനസ്സിലായി. മറ്റാരാണെങ്കിലും വളരെ ശബ്ദത്തിലാണ് തട്ടി വിളിക്കുക. ഇതിപ്പോൾ വാതിലിന് പോലും നോവരുതെന്ന ഉദ്ദേശമാണെന്ന് തോന്നുന്നു അവൾക്ക്. നടപ്പും കഴിപ്പും സംസാരവും എല്ലാം അതുപോലെ, വളരെ ലോലമായി, നിശബ്ദമായി. പതിയെ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. അതേ ചിരിയോടെ ശ്രീറാം വാതിലിനരികിലേക്ക് ചുവടുകൾ നീക്കി. വാതിൽ തുറന്നപ്പോൾ ശ്രീറാം ആരെയും കണ്ടില്ല. ഒരു നിമിഷം തൻ്റെ തോന്നലായിരുന്നു അതെന്ന് അവൻ ചിന്തിച്ചുപോയി. മുറയ്ക്ക് പുറത്തേക്ക് തലയിട്ട് ഇരുവശത്തേക്കും നോക്കിയപ്പോഴാണ് ഇടതുവശത്തെ ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ദയയെ അവൻ കണ്ടത്. ശ്രീറാം വീണ്ടും മന്ദഹസിച്ചു. എന്താടോ, ഒളിച്ചു നിന്ന് ആളെ പറ്റിക്കാതാൻ? അത് ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ ശാന്തിയമ്മ താഴെ. എന്നെ പെറുക്കിയവൾ പറയുന്നത് കേട്ട് ശ്രീറാം നിശ്വാസത്തോടെ താഴേക്ക് കൈകൊടുത്തു. എന്താ ദുർഗ, തൻ്റെ പീടെ എപ്പോഴൊന്ന് മാറുന്നത്? ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. പറഞ്ഞുകൊണ്ടവൻ തിരികെ തൻ്റെ മുറിയിലേക്ക് കയറി. കയറാതെ മടിച്ചു നിൽക്കുന്ന ദയയെ നോക്കിയൊന്ന് കണ്ണുരുട്ടിയ ശേഷം അവളെ വലിച്ച് മുറിക്കകത്തേക്ക് കയറ്റി. ദയയ്ക്ക് വല്ലാതെ പരിഭ്രമം തോന്നിപ്പോയി. അവൾ കണ്ണു വിടർത്തി ചുറ്റും നോക്കി. കൈവിരലുകൾ ഇട്ടിരുന്ന വസ്ത്രത്തിൽ തെരുത്തു പിടിക്കവേ ശ്രീറാമിൻ്റെ നോട്ടം അവളിലേക്കായി. അലിവ് തോന്നി ശ്രീറാമിന് ആ പെണ്ണിനോട്. ഇന്നും ഓർമ്മകൾ മായാതെ മങ്ങാതെ അവളെ വേട്ടയാടുകയും പലപ്പോഴും അവൾ പോലും അറിയാതെ അവ അവളിൽ നിയന്ത്രണങ്ങൾ തീർക്കുന്നുമുണ്ട്. അവളെ പേടിപ്പെടുത്തുന്നുണ്ട്. ദയയെ നിർബന്ധപൂർവ്വം അകത്തേക്ക് കയറ്റിയത് തെറ്റായിപ്പോയോ എന്നൊരു നിമിഷം അവൻ ചിന്തിച്ചു. പക്ഷേ എത്ര നാൾ അവളിങ്ങനെ ഭീതിയുടെ മുൾമുനയിൽ കഴിയും? അവൾക്ക് മുക്തി വേണം. കൈപ്പേറിയ ഓർമ്മകളിൽ നിന്ന് എന്നേക്കുമായൊരു മോക്ഷം. ദുർഗ. ശ്രീറാം അവളുടെ ചുമലിലൂടെ കൈയിട്ട് ദേഹത്തോട് ചേർത്തു. ദയ ഒന്ന് പിടഞ്ഞു. അവൾ പേടിയോടെ ശ്രീറാമിനെ നോക്കി. തന്നെ ഞാനൊന്നും ചെയ്യില്ല ദുർഗ. അവൻ പതിഞ്ഞ ശബ്ദത്തോടെ വളരെ ആർദ്രമായി അവളോട് പറഞ്ഞു. ദയ ഞെട്ടിപ്പോയി. തൻ്റെ മനസ്സ് അയാൾ വായിച്ചിരിക്കുന്നു. ഒന്നും ചെയ്യില്ലെന്നറിയാം. നാളുകൾ എത്ര പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും മോശമായി ആ കണ്ണുകൾ പോലും തന്നിൽ പതിഞ്ഞിട്ടില്ല. സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഒറ്റയ്ക്കാക്കില്ലെന്ന ഉറപ്പ് തന്ന് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഒരു നിമിഷത്തേക്കെങ്കിലും താൻ അയാളെ തെറ്റിദ്ധാരണയോടെ നോക്കി. ദയ വിതുമ്പലോടെ ശ്രീറാമിൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. തൻ്റെ പ്രവൃത്തി എങ്ങനെ ന്യായീകരിക്കണമെന്ന് അവൾക്ക് അറിവുണ്ടായിരുന്നില്ല. ദയയുടെ ഹൃദയം വേവുന്നത് അവന് അറിവുണ്ടായി. പക്ഷെ ആശ്വസിപ്പിക്കാൻ തൻ്റെ പക്കൽ വാക്കുകളൊന്നുമില്ലെന്നത് അവനെ കുഴപ്പിച്ചു. ഒപ്പം അവൾക്കുള്ളിലെ മുറിവുകൾ ഉണങ്ങാൻ ഇനിയും ദൂരങ്ങൾ താണ്ടണമെന്ന യാഥാർത്ഥ്യവും. ഗോപികയ്ക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികൾ ഓരോന്നും കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വയ്ക്കവേ ശരൺ ഇടൻ കണ്ണാലെ ഗോപികയൊന്നു നോക്കി. ശ്രീറാമിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് ദയയോട് എന്തൊക്കെയോ കാര്യമായി പറയുകയാണവൾ. ഇരു കൈകളും തലയും ഒക്കെ വാക്കുകൾക്കനുസരിച്ച് ഇളകുന്നുണ്ട്. ഇപ്പോഴും ഒട്ടും പക്വത തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു കുഞ്ഞാണവളെന്ന് തോന്നി ശരണിന്. ദേ, എൻ്റെ ഏട്ടനെ നന്നായി നോക്കിക്കോണേ. ഇറങ്ങാൻ നേരം ദയയെ പുണർന്നവൾ പറഞ്ഞു. എൻ്റെ കാര്യം നോക്കാനല്ല ദുർഗ ഇവിടെ. വാക്കുകൾ പതിഞ്ഞതായിരുന്നെങ്കിലും അതിൽ ഗോപികയുടെ അത്തരമൊരു പാഴ്ചിന്തയ്ക്കെതിരെയുള്ള താക്കീതും കലർന്നിരുന്നു. ഗോപുവിൻ്റെ തലയ്ക്കൊന്ന് മൃദുലമായി കൊട്ടി അവൻ മുറ്റത്തേക്കിറങ്ങി. സംസാരം കേട്ടാ തോന്നുന്നു ഇത്രയും നാൾ ഏട്ടനെ ഊട്ടിയതും ഉറക്കിയതും അല്ല ഈ അമ്മൂമ്മയാണെന്ന്. അമ്മൂമ്മ നിൻ്റെ കുഞ്ഞമ്മ. ശരണിൻ്റെ അധിക്ഷേപം രസിക്കാതെ ഗോപു കടുത്ത ശബ്ദത്തോടെ തിരിച്ചടിച്ചു. വന്ന് കയറുന്നുണ്ടോ രണ്ടും?
ശ്രീറാം ശാസനയോട് ഇരുവരെയും നോക്കിയപ്പോൾ ഗോപിക ഉടനടി കാറിൽ കയറിയിരുന്നു. പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ ശരണു. കിച്ചു വാ. തൂണിൽ ചാരി ഫോണിൽ കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു കൈലാസ്. ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തു നിന്നെന്ന പോൽ അവൻ ചെന്ന് കാറിൻ്റെ മുൻവശത്ത് കയറി. അവസാനം ശ്രീറാമിൻ്റെ ഊഴമെത്തവെ യാത്ര പറയാനെന്ന പോൽ അവൻ ശാന്തിയക്കയെ നോക്കി. അവൻ്റെ മുഖത്തെ ആശങ്കാഭാവം അവർക്ക് വായിച്ചെടുക്കാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ധൈര്യമാ, പോയിട്ട് വാ പാപ്പാ, ഞാൻ നോക്കിക്കോളാം. അവർ ദയയെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് ഉറപ്പ് നൽകിയപ്പോൾ ശ്രീറാം ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ദുർഗ, പോയിട്ട് വരാം, ടേക്ക് കെയർ. ദയ ഒന്ന് തലയാട്ടിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. അത് പ്രതീക്ഷിച്ചതുപോലെ ശ്രീറാം ഒന്ന് പുഞ്ചിരിച്ച് കാറിൽ കയറി. ശ്രീറാമിന് ദയ ഇപ്പോൾ ഒരു തുറന്ന പുസ്തകമാണ്. അവളുടെ ജീവിതത്തിനപ്പുറം ആ പെണ്ണിൻ്റെ ചിന്തകളും ചലനങ്ങളും പ്രതികരണങ്ങളും അടക്കമെല്ലാം അവനിപ്പോൾ മനഃപ്പാടമാണ്. ഈ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് അവൻ അത്രമാത്രം അവളെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ആർക്കും കഴിയാത്തത്ര ആഴത്തിൽ ഗ്രഹിച്ചിരിക്കുന്നു.